സത്യം എത്ര മൂടിവച്ചാലും അതൊരിക്കൽ മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. നരസിംഹം സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞ ഡയലോഗാണിത്. അതുപോലെ തന്നെയാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട ആന്റണി പെരുമ്പാവൂരിന്റെ വായിൽ നിന്ന് വന്ന സത്യവും. ആ സത്യം പ്രേക്ഷകർ കേട്ടിട്ട് വന്നോളൂ. ഞങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ ഞങ്ങൾ അതിനെ ചെയ്തിരിക്കുന്നത്. കേട്ടല്ലോ. അതായത് എല്ലാം ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, എല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്, എല്ലാം സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി തന്നെയാണ്. ആരുമൊന്നും അറിയാതെയല്ല സിനിമയിൽ ഗോദ്ര കലാപവും രാജ്യവിരുദ്ധമായ കാര്യങ്ങളും ഒക്കെ വന്നത്. എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പ്രിവ്യൂ ഷോ മോഹൻലാൽ കണ്ടില്ല എന്ന് മേജർ രവി പറഞ്ഞത് വെറും പച്ചക്കള്ളമാണ്. പ്രിവ്യൂ ഷോ മോഹൻലാൽ കണ്ടിട്ടുണ്ട്, അതും ആന്റണി പെരുമ്പാവൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആന്റണി പെരുമ്പാവൂർ പറയുന്നത് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും മുരളി ഗോപിയുടെയും ശബ്ദമായി തന്നെയാണ്. അതായത് എമ്പുരാൻ സിനിമയിൽ ഗോദ്ര കലാപമടക്കം, വില്ലൻ്റെ പേരടക്കം, IS ഭീകരത അല്ലെങ്കിൽ ലക്ഷറി തൊയ്ബ ഭീകരത, രാജ്യവിരുദ്ധ ശക്തികളടക്കം പറഞ്ഞു വയ്ക്കുന്നത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. പിന്നെ എന്തിനാണ് ആന്റണി പെരുമ്പാവൂർ നിങ്ങൾ പറയുന്നത് ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അവരുടെ വേദന മനസ്സിലാക്കിക്കൊണ്ട് അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളത്? നിങ്ങൾ തയ്യാറായതല്ല. കേരളത്തിലെ, ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ അതിനെതിരെ, അതായത് രാജ്യത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ മുഴുവൻ ആ സിനിമയ്ക്കെതിരെ തിരിഞ്ഞപ്പോൾ, നിങ്ങൾ മുടക്കിയ കോടികൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ഒരു ഖേദപ്രകടനവുമായി ആദ്യം മലയാളത്തിൻ്റെ മഹാനടൻ എന്ന് വിശേഷിപ്പിക്കുന്ന മോഹൻലാൽ രംഗത്തെത്തി. അതിനുശേഷം ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തി. ഖേദപ്രകടനം ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും ഷെയർ ചെയ്തപ്പോൾ മുരളി ഗോപി മൗനത്തിലാണ്. എന്തുകൊണ്ടാണ് മുരളി ഗോപി മൗനത്തിലായത്? മുരളി ഗോപി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ ഈ തിരക്കഥ എഴുതിയത്. മുരളി ഗോപിക്ക് നന്നായി അറിയാം ഇതിൽ രാജ്യവിരുദ്ധമായ കാര്യങ്ങളുണ്ട്, രാജ്യത്തെ അപമാനിക്കുന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത്. അതായത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് രാജ്യത്തെ നാണം കെടുത്താൻ ഉണ്ടാക്കിയ ഒരു സിനിമ എന്ന് തന്നെ പറയണം. തീർച്ചയായും ഈ സിനിമ നിരോധിക്കുക തന്നെ വേണം. ഇതിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരുണ്ട്. ഇതിനു വേണ്ടി മാസങ്ങളോളം വർഷങ്ങളോളം കഠിന പ്രയത്നം ചെയ്ത പ്രൊഡക്ഷൻ ബോയ് മുതൽ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്, രാജ്യത്തെ അപമാനിക്കാൻ ഉണ്ടാക്കിയ സിനിമ നിരോധിക്കുക തന്നെ വേണം എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട. എഡിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട്, റീ എഡിറ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് 24 മിനിറ്റ് എഡിറ്റ് അല്ലെങ്കിൽ 24 വെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നു. അതും വെറുതെയാണ്. അത് കണ്ണിൽ പൊടിയിടാനുള്ള ഒരു വെട്ട് മാത്രമാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, പൃഥ്വിരാജിനോടും ആന്റണി പെരുമ്പാവൂരിനോടും മോഹൻലാലിനോടും തിരക്കഥ എഴുതി വലിയ സംഭവമായി, ഞാൻ എന്തോ സംഭവമാണ്, ഞാൻ ഇടതുപക്ഷവുമല്ല വലതുപക്ഷവുമല്ല RSSുമല്ല, ഞാൻ നിഷ്പക്ഷമായാണ് പറയുന്നത് എന്നൊക്കെ പറയുന്ന മുരളി ഗോപിയോടാണ് ഞങ്ങൾ കാണാൻ കയറിയ എമ്പുരാൻ എബ്രഹാം ഖുറേഷി ആരെന്നറിയാനാണ്. സയ്യദ് മസൂദിൻ്റെ കഥ അറിയാനല്ല കേരളത്തിലെ ജനങ്ങൾ പണം മുടക്കി പ്രീ ബുക്കിംഗ് ചെയ്ത് ഞങ്ങൾ ആ സിനിമ കാണാൻ കയറിയത്. സ്റ്റീവൻ നെടുമ്പള്ളി നിന്നിടത്ത് നിന്ന് എബ്രഹാം ഖുറേഷിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷിയിൽ നിന്ന് സ്റ്റീവൻ നെടുമ്പള്ളിയിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഈ ഒരൊറ്റ കാര്യം പറഞ്ഞു കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ആ സിനിമ കാണാനായി കേരളത്തിലെ അല്ലെങ്കിൽ പാൻ ഇന്ത്യ എന്ന് പറയുന്ന ലോകം മുഴുവൻ കാണിക്കുന്ന സിനിമ കാണാനായി ആളുകൾ കയറിയത്. എന്നിട്ട് നിങ്ങൾ അതാണോ പറഞ്ഞത്? നിങ്ങൾ എന്തിനാണ് അവിടെ ഗോദ്ര കലാപത്തിൽ ട്രെയിൻ കത്തിക്കൊണ്ടിരിക്കുന്നത് കാണിച്ചത്? അങ്ങനെയാണ് എങ്കിൽ ഗോദ്ര റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തി ട്രെയിൻ മൂവ് ചെയ്തത് മുതൽ എങ്ങനെയാണ് ആ ട്രെയിൻ കത്തിയത് എന്നത് മുതൽ നിങ്ങൾ പറയണം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും അവിടെ വേദനിക്കപ്പെട്ടിട്ടുണ്ട്, ഒരു വിഭാഗം മാത്രമല്ല. അതിന് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ അതും സത്യസന്ധമായി കാണിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട്. കാരണം അതിലേറ്റവും കൂടുതൽ പഴികേട്ടത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ പേരാണ്. ഗുജറാത്ത് കലാപമെന്ന് പറയുമ്പോഴും ഗോദ്ര കലാപം എന്നൊക്കെ പറയുമ്പോഴും അതിലേറ്റവും കൂടുതൽ പേര് പറയുന്നത്, വിവാദങ്ങളിൽ പെടുന്നത്, ആരോപണങ്ങളിൽ പെടുന്നത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പേരാണ്. നരാധമനെന്നും നരഭോജി എന്നും അദ്ദേഹത്തെ വിളിക്കേണ്ടി വന്നത് ഗുജറാത്ത് കലാപത്തിന്റെ പേരിലാണ്. അതുകൊണ്ട് തീർച്ചയായും ആ പേര്
അത് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ് അപമാനിക്കുന്നത്. നിങ്ങളതിൻ്റെ സത്യം വിളിച്ചു പറയാതെ നിങ്ങളതിൽ ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വച്ചപ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കുമെന്ന് ഒരിക്കൽ പോലും ഇതിൻ്റെ തിരക്കഥാകൃത്ത് മുരളി ഗോപി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ താങ്കൾ വെറും പൊട്ടനാണ്, വിഡ്ഢിയാണ്, മന്ദബുദ്ധിയാണെന്നേ പറയാൻ കഴിയും. അല്ല ലാലേട്ടാ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? നിങ്ങളെ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ സിനിമകൾ എത്ര മോശപ്പെട്ട സിനിമകളാണെങ്കിലും അത് കണ്ട് വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഫാൻസുകാരല്ല, നിങ്ങളെ സ്നേഹിക്കുന്ന ആയിരങ്ങൾ ലക്ഷങ്ങളുണ്ട്. നിങ്ങളെ ഓരോ സിനിമ പുറത്തിറങ്ങുമ്പോഴും അത് കാണാൻ കാത്തിരിക്കുന്ന ആളുകൾ. ആറാട്ടെന്ന് പറയുന്ന ഒരു സിനിമ ഏറ്റവും മോശം സിനിമയാണെന്ന് പറയുമ്പോൾ 2-3 തവണ തിയേറ്ററിൽ പോയി അത് കണ്ട ആളുകളുണ്ട്. നിങ്ങൾക്ക് അവരോടെങ്കിലും ഒരു പ്രതിബദ്ധത വേണ്ടേ? ഇന്ത്യ മഹാരാജ്യത്തിരുന്നു കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ എല്ലാ സേവനങ്ങളും നിങ്ങൾ പറ്റിക്കൊണ്ട് എന്തിനാണ് ഇന്ത്യ മഹാരാജ്യത്തെ ഇങ്ങനെ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയെ അപമാനിക്കാനായി നിങ്ങൾ കൂട്ടുനിന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഇത് വലിയ നാണക്കേടായിപ്പോയി എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മോഹൻലാലിൻ്റെ ലെഫ്റ്റനന്റ് കേണൽ പദവി തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ മോഹൻലാലിനെതിരെ കേസെടുക്കണം, ഈ പൃഥ്വിരാജിനും മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനുമെതിരെ കേസെടുക്കണം. ഇതൊന്നും ഞങ്ങളാരും പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങൾ പറയാൻ ശ്രമിക്കുമ്പോൾ അത് സത്യം മനസ്സിലാക്കിക്കൊണ്ട് പറയാൻ ശ്രമിക്കണം. ചിലപ്പോൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സിനിമയെ എപ്പോഴും ഹൈപ്പായി ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളത് നിങ്ങളുടെ മാർക്കറ്റിംഗ് തന്ത്രമായിരിക്കാം. അതിൽ ഞങ്ങൾക്കൊന്നും പറയാനില്ല. കാരണം കുറേ ആളുകളെ മോശക്കാരാക്കിക്കൊണ്ട് നിങ്ങൾ എന്ത് മാർക്കറ്റിംഗ് തന്ത്രം നടത്തിയാലും അതൊരിടത്തും എത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നല്ലത്. കാരണം ഈ സിനിമയെ നെഞ്ചോട് ചേർത്ത് ഈ സിനിമ ഇറങ്ങാനായി കാത്തിരുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് എന്നുള്ളതാണ്. ഓരോ ദിവസവും നിങ്ങളുടെ പേജിൽ വരുന്ന അപ്ഡേഷൻ നോക്കിക്കൊണ്ട് എന്താണ് ഈ സിനിമ ഇറങ്ങാൻ എന്തെങ്കിലും തടസ്സമുണ്ടായ സമയത്ത്, ലൈക്ക് പിന്മാറിയ സമയത്ത് ഇനി ആരായിരിക്കും, എമ്പുരാൻ ഇറങ്ങില്ലേ, എമ്പുരാൻ എപ്പോഴാണ് ഇറങ്ങുന്നത്, എന്തെങ്കിലും തടസ്സമുണ്ടാകുമോ എന്ന് കരുതി മറ്റെല്ലാ സിനിമകളും മാറ്റിവെച്ചുകൊണ്ട് ഈ സിനിമയുടെ അപ്ഡേഷൻ മാത്രം നോക്കിക്കൊണ്ടിരുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെയല്ലേ നിങ്ങൾ വഞ്ചിച്ചത്? അവരെയല്ലേ നിങ്ങൾ പറ്റിച്ചത്? നിങ്ങൾ സിനിമ എടുത്തോളൂ. നിങ്ങൾ സിനിമയിൽ നിങ്ങൾക്ക് കാണിക്കേണ്ട രാഷ്ട്രീയം മുഴുവൻ കാണിച്ചോളൂ. അതിലൊന്നും ഇവിടെ ആരും ഒരു എതിരഭിപ്രായവും പറയുന്നില്ല. പക്ഷേ അത് കാണിക്കുമ്പോൾ, നിങ്ങളത് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥ കൂടി മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കാണിക്കണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പലരും പല അഭിപ്രായങ്ങളും ഇതിനിടയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു. ഈ സിനിമയെ നിരോധിക്കണം, ഈ സിനിമയ്ക്ക് UAPA ചുമത്തണം, ഈ സിനിമ രാജ്യവിരുദ്ധ സിനിമയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും നിങ്ങൾ ചെയ്ത തെറ്റ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ആ സിനിമയെ തിരുത്താൻ ശ്രമിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ.